തൃശൂർ മുരിങ്ങൂറിലെ ദേശീയപാതയിലെ കനത്ത ഗതാഗതക്കുരുക്ക് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ. മോശം റോഡിന് എന്തിന് ടോൾ പിരിക്കുന്നുവെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചു. 1 മണിക്കൂർ യാത്രയ്ക്ക് 11 മണിക്കൂറിലധികം ഗതാഗതക്കുരുക്കിൽ കുടുങ്ങിയിട്ടുള്ളതായി ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ ചൂണ്ടിക്കാട്ടി. എത്ര നേരമായി ബ്ലോക്കിൽ കിടക്കുന്നു? ഏകദേശം 1.5 മണിക്കൂറായി. എവിടേക്കാണ് യാത്ര? കൊല്ലത്തേക്കാണ്. 1.5 മണിക്കൂർ എവിടെന്നാ വരുന്നത്? 1 മണിക്കൂർ തൃശ്ശൂർ കിടന്നിട്ട് വരുവാ. ഇനിയും 1.5 മണിക്കൂർ ഇപ്പോൾ ഇവിടെ കിടക്കുന്നു അല്ലേ? ഇനി എത്ര മണിക്കൂർ കിടക്കണം? ഇനി ഏകദേശം ഒരു 2.5 കിലോമീറ്റർ ഉണ്ട് നിങ്ങൾക്ക് എത്തേണ്ടത്. 2.5 കിലോമീറ്റർ എത്തണം. പക്ഷെ അത് ഇതേപോലെ തന്നെ പോവുള്ളൂ. 2.5 കിലോമീറ്റർ എത്താൻ കുറച്ച് മണിക്കൂറുകൾ നിങ്ങൾ എടുക്കേണ്ടി വരും. ദേശീയപാതയിൽ കുറച്ച് ഫുഡെങ്കിലും തരാൻ പറയണം അല്ലേ? തീർച്ചയായിട്ടും. സമയം ഇപ്പോൾ ഏകദേശം 1.5 ആവാറായില്ലേ? എനിക്കൊരു കഴിഞ്ഞ 2018 പ്രളയത്തിൻ്റെ ഒരു സമാന രീതി ഇവിടെ ഫീൽ ചെയ്യുകയാണ്. ഇതേപോലെ വാഹനങ്ങൾ ഇവിടെ വെള്ളം കയറിയതിൻ്റെ പേരിൽ നിർത്തിയിടുന്നു. ഇതേപോലെ ഭക്ഷണമൊക്കെ കൊണ്ടുപോയിട്ട് വണ്ടി ഇങ്ങനെ നിർത്തിയിട്ട വണ്ടികൾ കൊണ്ടുപോയി കൊടുക്കുന്നു. ഒരുപക്ഷെ അതേപോലെ ചെയ്യേണ്ടി വരും അല്ലേ? അല്ല, നമുക്കും പോകണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തൊട്ടപ്പുറത്ത് ഒരു കടയുണ്ട്, അങ്ങോട്ട് പോകണമെന്നുണ്ട്. പക്ഷേ വണ്ടി ഇവിടെ ആയിപ്പോയി, ഇല്ലെന്നേ അപ്പുറത്തോട്ട് പോകായിരുന്നു. ആരാണ് കുപ്പിക്കഴുത്തുണ്ടാക്കിയത്? മോശം റോഡ് ഉപയോഗിക്കുന്നതിന് എന്തിനാണ് ടോൾ പിരിക്കുന്നത്? മെച്ചപ്പെട്ട പദ്ധതി വേണമായിരുന്നു. റോഡിലിറങ്ങുന്നവരുടെ അവസ്ഥ അറിയണമായിരുന്നുവെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. റോഡിനു കുറുകെ മറ്റു റോഡുകൾ വന്നതാണ് ഗതാഗതക്കുരുക്കിന് കാരണമെന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ കോടതിയിൽ അറിയിച്ചു. അടിപ്പാത നിർമ്മിക്കുന്ന 3 ഇടങ്ങളിലാണ് കുരുക്കെന്നും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ വിശദീകരിച്ചു. അതേസമയം ടോൾ കമ്പനി ദേശീയപാത അതോറിറ്റിയെ പഴിചാരി. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് വീഴ്ച പറ്റിയെന്ന് ടോൾ കമ്പനി ആരോപിച്ചു. ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന് ടോൾ കമ്പനി ആവശ്യപ്പെട്ടപ്പോൾ ഇത്രയും കാലം ടോൾ പിരിച്ചില്ലേ എന്ന് കോടതി ചോദിച്ചു. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നൽകിയ അപ്പീലിൽ ഉത്തരവ് പറയാനായി കോടതി മാറ്റി. അതിനിടെ ദേശീയപാത നിർമ്മാണത്തിലെ അനാസ്ഥ ആരോപിച്ച് പാലക്കാട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രൊജക്ട് ഡയറക്ടറുടെ ഓഫീസ് ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ LDF ജനപ്രതിനിധികൾ ഉപരോധിച്ചു. CPM പാലക്കാട് ജില്ലാ സെക്രട്ടറിയും ഉപരോധത്തിൽ പങ്കെടുത്തു. ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. കഷ്ടപ്പാടാ എന്നുവെച്ചാൽ സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. ഇന്നലെ ആഗസ്റ്റ് 15 ഒരു കുട്ടി സ്കൂളിൽ നിന്ന് വന്നതാണ്. അത് ആ കുട്ടിയുടെ ചെളി മൊത്തം വീണ് ഇതായി. എത്ര ബൈക്ക് അവിടെ വരുന്ന ആക്സിഡൻ്റ് ഉണ്ടാവുമെന്ന് പറയുമ്പോൾ ഈ പോലീസുകാർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിലൊരു മാനേജറുണ്ട്. ആ മാനേജർ പറയും നാളെ ശരിയാക്കാമെന്ന്. നിങ്ങൾ ആ വഴി ഒന്ന് പോയി നോക്കിയാൽ മതി. ഇത് വഴി തെറ്റി പലരും പല വഴിക്ക് കയറിപ്പോണ്. ഒരു ചാലക്കുടിയിൽ നിന്ന് ഈ സർവീസ് റോഡിലൂടെ മുരിങ്ങൂർ ജംഗ്ഷൻ എത്തണമെങ്കിൽ 1.5 മണിക്കൂറാണ്. അത്ര കഷ്ടപ്പാട്. എത്ര പ്രായമുള്ള കുടുംബക്കാരെന്ന് പറയുമ്പോൾ അവിടെ താമസിക്കുന്നത് 10-200 വീട്ടുകാരുണ്ട്. ഇതെല്ലാം ഞങ്ങൾ കഷ്ടപ്പെട്ടു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റണില്ല. അതേമാതിരി അവസ്ഥ. ആ മാനേജറാണ് ഏറ്റവും വലിയ പ്രശ്നക്കാരൻ. പോലീസുകാർ പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ ദിശയിലേക്ക് വിട്ടണ്. പക്ഷേ ഈ അറിയാത്ത ജനങ്ങൾ ഇപ്പോൾ ഈ പോകുന്ന കാറുകളെല്ലാം ആ വഴിയിലൂടെ പോകുന്നു. അവരെ സംബന്ധിച്ചുള്ള അറിയില്ല ആ വഴിയുടെ ദുരവസ്ഥ. ഇവർ എത്തേണ്ട സ്ഥലത്തുനിന്ന് കിലോമീറ്ററുകൾ കൂടുതൽ മണിക്കൂറുകൾ അധികം യാത്ര ചെയ്താലല്ലേ ഇനി എത്തുള്ളൂ. അതുള്ളത് ഇനി ഇവിടുന്ന് ഈ തിരിച്ചു വിടുന്ന വണ്ടി കൊച്ചി ജംഗ്ഷനിലെത്തണമെങ്കിൽ 15 കിലോമീറ്റർ കറങ്ങണം. അത് നടുത്തിരുത്ത വഴി എല്ലാ സർവീസ് റോഡും ആകെ പോയി കിടക്കാം. ഒരു 4 കിലോമീറ്റർ ഹൈവേ കൂടെ പോകേണ്ട ദൂരത്തിനാണ് 15 കിലോമീറ്റർ ഈ ചെറുവാഹനങ്ങൾ മുരിങ്ങൂർ അടിപ്പാതയിൽ നിന്നും തിരിച്ചുവിടുന്നത്. പോലീസ് അവരെ തിരിച്ചുവിടുന്നു. പക്ഷേ ആ റോഡിൻ്റെ അവസ്ഥ അത് വളരെ മനോഹരമായ റോഡായിരുന്നു. പക്ഷേ ഇതേപോലെ വാഹനങ്ങൾ കടത്തി വിട്ടിട്ട് അത് തോട് അതിലും നന്നായി നേരപ്പായി കിടക്കുന്നതുകൊണ്ടല്ലേ. ഇപ്പം നാളെ ഞങ്ങൾ ചില അവിടെ തടുക്കാൻ പോകുന്ന നാട്ടുകാർ അല്ലാണ്ട് നിർത്തിയില്ല. അയാളൊന്ന് കണ്ണ് തുറക്കാൻ വേണ്ടിയാണ്. ഇവിടെ കളക്ടർ വന്നിട്ട് പറഞ്ഞു ഇപ്പം ശരിയാക്കി തരുന്നു പറഞ്ഞു. അയാൾ ഒരു മുങ്ങി പിന്നെ വരുന്നത് പിന്നെ 4 ദിവസം കഴിഞ്ഞിട്ടാണ്. ഞങ്ങളാണ് കഷ്ടപ്പെടുന്നത്. ഞങ്ങൾ തന്നെയല്ല, ഈ കേരളത്തിലെ എല്ലാ ജനങ്ങളും ആ വഴിക്ക് ഒരു കുഴി ചാടിയ പിന്നത്തെ കാറ് അടുത്ത കുഴിയിലാണ്. അതേ കണ്ടീഷനാണ്. നിങ്ങളൊന്ന് പോയി നോക്കി കഴിഞ്ഞാൽ അറിയാം റോഡിൻ്റെ അവസ്ഥ.